Hi friends, Tech with Sonal sir YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ ഇതേപോലത്തെ ഒരു പഴയ റേഡിയോനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കി എടുക്കാം എന്നാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു റേഡിയോ ആണ്. അപ്പോൾ ഈ ഒരു റേഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആക്രിപ്പീഡിയിൽ നിന്ന് വാങ്ങിച്ച റേഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചേറ് പിടിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ചേറ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു റേഡിയോ എന്ന് വെച്ചാൽ 220-ലും വർക്ക് ചെയ്യും, അതേപോലെ തന്നെ 3 വോൾട്ട് DC-യിലും വർക്ക് ചെയ്യും. പിന്നെ ഈ റേഡിയോന് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ബ്ലൂടൂത്ത് ആക്കിയാൽ മതിയാവും, വേറെ റിപ്പയറും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിതൊന്ന് വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളമൊന്നും ഒരിക്കലും റേഡിയോൻ്റെ ഉള്ളിലാവാൻ പാടില്ല, അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ആവാൻ പാടില്ല. സ്പീക്കറിലായി കഴിഞ്ഞാൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റേഡിയോ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ആക്കാനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ, ഇതെന്ന് വെച്ചാൽ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 7805 IC ആണ്. ഇതെന്ന് വെച്ചാൽ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ആണ്. അപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് വേണ്ട 5 വോൾട്ട് നമ്മൾ ഇതിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ റേഡിയോയിലേക്കെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ റേഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റേഡിയോ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ള സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് 220 ട്രാൻസ്ഫോമറിലേക്ക്, ട്രാൻസ്ഫോമറിന് 7.5 വോൾട്ടായിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് ഈ ഒരു ബോർഡിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 7 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും 3 വോൾട്ടിൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡൊന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു റേഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1619 എന്ന് പറഞ്ഞ IC ആണ്. അപ്പോൾ ഓരോ റേഡിയോനും ഓരോ IC ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ICന് അതിൻ്റെ പിന്നിൻ്റെ ഫംഗ്ഷൻ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ICയിൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത് പിൻ നമ്പർ 25-ലാണ്. അപ്പോൾ ഓരോ ICക്ക് അത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ICൻ്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിൻ ഡയഗ്രം നോക്കുക, എന്നിട്ട് അതിൽ ഓഡിയോ ഇൻപുട്ടിൻ്റെ അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കിയാലും മനസ്സിലാവും ഇതിൻ്റെ ഇൻപുട്ട് എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു റേഡിയോയിൽ ഇവിടെയായിട്ട് ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിൻ, അതായത് യെല്ലോ വയർ, ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട്. അത് നേരെ കണക്ട് ചെയ്തത് പിൻ 25-ലാണ്. പിൻ 25-ൽ ഡയറക്റ്റ് അല്ല, അതിനിടക്കായിട്ട് ഒരു കപ്പാസിറ്ററും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് ഈ ഒരു ഓഡിയോ ഇൻപുട്ടിലും മറ്റേ ലെഗ് ഈ ഒരു ICൻ്റെ പിൻ 25-ലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ICൻ്റെ ഡാറ്റ ഷീറ്റ് കിട്ടുന്നതായിരിക്കും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻ ഡയഗ്രാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വയറെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും, അതായത് ഈ ഒരു ബ്ലൂവും ഗ്രീനും വയറും നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റേഡിയോയിലാകെ ഒറ്റ സ്പീക്കറേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ ഇൻപുട്ടേ നമുക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിന്നിലാണ് ഓഡിയോ ഇൻപുട്ട്, അതായത് ഈ ഒരു ICൻ്റെ 25th പിന്നിൽ. പക്ഷേ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത് അവിടെയല്ല, നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു പിന്നിലാണ്. എന്നാൽ മാത്രമേ നമ്മൾ വോളിയം കൺട്രോളിലൂടെ വർക്കാവും. അതേപോലെ തന്നെ ഒരു 3rd പിന്നെന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്. അത് നേരെ പോകുന്നത് ഈ ഒരു ICൻ്റെ 30th പിന്നിലാണ്, 30th പിന്നിലേക്കാണ് പോകുന്നത്. 1329 ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടത്തേക്ക് അത് കണക്ട് ചെയ്തത്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നേരത്തെ ഷോർട്ട് ചെയ്ത ലെഫ്റ്റും റൈറ്റും ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ഗ്രൗണ്ട് നമുക്ക് ഈ 3rd പിന്നിലായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനില്ലെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പവർ സപ്ലൈ ആണ്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ICന്ന് 27th പിന്നിലേക്കാണ്, അതായത് 30, 29, 28, 27. ഈ ഒരു 27th പിന്നിൽ നിന്ന് നേരെ കണക്ഷൻ പോകുന്നത് ഈ ഒരു ഇതിലേക്കാണ്. ഇതെന്ന് വെച്ചാൽ LED-ൻ്റെ കണക്ഷനാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു 30th പിന്നിലേക്കാണ്. ഓക്കെ, അപ്പം നമ്മളെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ റെഗുലേറ്റർ IC ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റെഗുലേറ്റർ ICൻ്റെ വയറെല്ലാം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പിൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻപുട്ടാണ്, സെക്കൻഡ് പിന്ന് നെഗറ്റീവ് ഇൻപുട്ട്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് നെഗറ്റീവ്. പിന്നെ 3rd പിന്നെന്ന് വെച്ചാൽ പോസിറ്റീവ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇനി നമുക്കിത് റേഡിയോയിൽ കണക്ട് ചെയ്യാം.
ഇനി നമ്മൾ ഈ ഒരു റെഗുലേറ്റർ ഐ സി കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻപുട്ട് പിന്ന് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു വയറിലാണ് ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പോസിറ്റീവ് ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വയർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തേർഡ് പിൻ, ഈ ഒരു റെഗുലേറ്റർ ഐ സിൻ്റെ തേർഡ് പിൻ, അതായത് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രൗണ്ട്, അതായത് ഈ ഒരു മിഡിൽ പിന്ന് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അതായത് ട്രാൻസ്ഫോമറിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ. അവിടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ഔട്ട്പുട്ട് ഇവിടത്തേക്കായിട്ട് വന്നോളും. അതായത് ഈ നെഗറ്റീവിൻ്റെ നേരെ ഇനി ഔട്ട്പുട്ട് വരുന്നത് നേരെ ഇവിടത്തേക്ക് വന്നോളും. നമ്മൾ വേറെ കണക്ഷനൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത കണക്ഷൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബ്ലൂടൂത്തിലെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിലെ ഫസ്റ്റ് പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട്, അതായത് ബ്ലൂടൂത്തിൻ്റെ ഗ്രൗണ്ട് നമ്മൾ തേർഡ് പിന്നിലാണ് കണക്ട് ചെയ്തത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തത് ഈ 27th പിന്നിലാണ്. 30, 29, 28, 27. 27th പിന്നിൽ നിന്ന് നേരെ ഇവിടെയാണ് കണക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് 30th പിന്നിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതോടെ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കണക്ട് ചെയ്ത ഈ ഒരു റെഗുലേറ്റർ ഐ സിനെ നോക്കാം. അപ്പോൾ ഈ ഒരു റെഗുലേറ്റർ ഐ സിൻ്റെ പോസിറ്റീവ് ഇൻപുട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ട് നിന്നാണ് എടുത്തത്. ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ട് വരുന്നത്. അവിടുന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു റെഗുലേറ്ററിൽ കണക്ട് ചെയ്തു ഇൻപുട്ടിൽ. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് തേർഡ് പിന്നിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. റേഡിയോൻ്റെ പോസിറ്റീവിലേക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെഗുലേറ്ററിൻ്റെ മിഡിൽ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ നെഗറ്റീവിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഇവിടത്തേക്കായിട്ട് അതായത് റേഡിയോൻ്റെ ബോർഡിൻ്റെ നെഗറ്റീവിലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ നമ്മളെ കണക്ഷൻ. ഇനി നമുക്ക് ഈ ഒരു ബ്ലൂടൂത്തും അതേപോലെ തന്നെ ഈ ഒരു റെഗുലേറ്റർ ഐ സിയും നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റേഡിയോ പഴയ പോലെ തന്നെ എല്ലാം സ്ക്രൂ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എവിടെ ഷോർട്ട് ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഒന്നെങ്കിൽ 220 വോൾട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 3 വോൾട്ട് ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിതിൽ ബാറ്ററി യൂസ് ചെയ്തതിനാൽ നമുക്കിതിൽ മാക്സിമം നോയ്സ് കുറക്കാൻ സാധിക്കും. കാരണം ബ്ലൂടൂത്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ നോയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാറ്ററി യൂസ് ചെയ്തതിനാൽ മാക്സിമം നോയ്സ് നമുക്കിതിൽ നിന്ന് കുറക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ 220 വോൾട്ടേജ് കൊടുത്താലും ക്ലാരിറ്റിയെല്ലാം ഉണ്ടാവും, പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ നോയ്സ് ഉണ്ടാവും. ഇത് ഓരോ റേഡിയോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ നോയ്സ്. ഓരോ റേഡിയോനും ഓരോ നോയ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ ഏതെല്ലാം നോയ്സ് കുറവ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബാറ്ററിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ലിത്യം അയോൺ ബാറ്ററിയാണ്. ഇതെന്ന് വെച്ചാൽ 3.7 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് പാരലായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇവിടെയാണ് ഇതിൻ്റെ നെഗറ്റീവ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഒന്ന് ഇവിടെ നമുക്ക് ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ഈ റേഡിയോ ഒന്ന് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ റേഡിയോ ഒന്ന് ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് എല്ലാം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. Close your eyes. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.